Next one, consider the random process x of t equal to cos t plus phi, where phi is a random variable with density function f of phi equal to 1 by pi minus pi by 2 less than phi less than pi by 2. Check whether the process is stationary or not. അപ്പോൾ നമ്മൾ റാൻഡം പ്രോസസ്സ് സ്റ്റേഷനറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടിയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടിയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ റാൻഡം പ്രോസസ്സ് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി പ്ലസ് ഫൈവ്. അതേസമയം ഡെൻസിറ്റി ഫംഗ്ഷനും തന്നിട്ടുണ്ട് എഫ് ഓഫ് ഫൈവ് ഈക്വൽ ടു 1 by pi മൈനസ് പൈ ബൈ 2 ലെസ് ദാൻ ഫൈവ് ലെസ് ദാൻ പൈ ബൈ 2. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു, ഇതൊരു കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സാണ്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ഫൈവ് ഡി ഫൈവ് സീക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 കോസ് ടി പ്ലസ് ഫൈവ് ഇൻറ്റു 1 by pi ഡി ഫൈവ്. ഇനി 1 by pi കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ കോസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ. അപ്പോൾ സൈൻ ടി പ്ലസ് ഫൈവ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. അപ്പോൾ 1 by pi ഇൻറ്റു സൈൻ പൈ ബൈ 2 പ്ലസ് ടി മൈനസ് സൈൻ ടി മൈനസ് പൈ ബൈ 2. ഇപ്പോൾ സൈൻ 90 പ്ലസ് തീറ്റ എന്താണ്? കോസ് തീറ്റ. അപ്പോൾ 1 by pi ഇൻറ്റു കോസ് ടി പ്ലസ് കോസ് ടി സീക്വൽ ടു 1 by pi ഇൻറ്റു 2 കോസ് ടി സീക്വൽ ടു 2 by pi കോസ് ടി നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. Therefore x of t is not a stationary process. Next one, consider the random process x of t equal to cos omega 0 t plus theta, where theta is uniformly distributed in the interval minus pi pi. Check whether x of t is stationary or not. ഇവിടെ റാൻഡം പ്രോസസ്സ് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ഒമേഗ 0 ടി പ്ലസ് തീറ്റ. പക്ഷേ ഇവിടെ എഫ് ഓഫ് തീറ്റ തന്നിട്ടില്ല. പക്ഷെ പറയുന്നുണ്ട് തീറ്റ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. ഏത് ഇൻ്റർവെല്ലാണ്? മൈനസ് പൈ പൈ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം 1 by b മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന മൈനസ് പൈയും ബി എന്ന് പറയുന്ന പൈ ആണ്. അപ്പോൾ 1 by 2 പൈ ഏത് ലിമിറ്റ്സിലാണ്? മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് ഒമേഗ 0 ടി പ്ലസ് തീറ്റ ഇൻറ്റു 1 by 2 പൈ ഡി തീറ്റ. ഇനി 1 by 2 പൈ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ കോസ് തീറ്റ എന്താണ്? സൈൻ തീറ്റ. അപ്പോൾ സൈൻ ഒമേഗ 0 ടി പ്ലസ് തീറ്റ ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് മൈനസ് പൈ ടു പൈ. അപ്പോൾ 1 by 2 പൈ സൈൻ പൈ പ്ലസ് ഒമേഗ 0 ടി മൈനസ് സൈൻ ഒമേഗ 0 ടി മൈനസ് പൈ. പിന്നെ സൈൻ 180 പ്ലസ് തീറ്റ എന്താണ്? മൈനസ് സൈൻ തീറ്റ. ഇപ്പോൾ 1 by 2 പൈ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ 0 ടി. പിന്നെ ഇവിടെ നിന്നൊരു മൈനസ് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് മൈനസും കൂടെ പ്ലസ് വരും. പ്ലസ് സൈൻ പൈ മൈനസ് ഒമേഗ 0 ടി സീക്വൽ ടു 1 by 2 പൈ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ 0 ടി പ്ലസ് സൈൻ ഒമേഗ 0 ടി സീക്വൽ ടു 0 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എന്താണ്? എക്സ് ഓഫ് ടി നമുക്കറിയാം കോസ് ഒമേഗ 0 ടി പ്ലസ് തീറ്റയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ, ഇപ്പോൾ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. എക്സ്പെക്റ്റേഷൻ ഓഫ് 1 പ്ലസ് കോസ് 2 ഇൻറ്റു ഒമേഗ 0 ടി പ്ലസ് തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇനി 1 by 2 കോൺസ്റ്റൻ്റ് ആണ്. 1 by 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് 1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് കോസ് 2 ഇൻറ്റു ഒമേഗ 0 ടി പ്ലസ് 2 തീറ്റ. ഇനി 1 by 2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ 1 by 2 പൈ ഡി തീറ്റ പ്ലസ് എന്ത് വരും? ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് 2 ഒമേഗ 0 ടി പ്ലസ് 2 തീറ്റ ഇൻറ്റു 1 by 2 പൈ ഡി തീറ്റ. ഇപ്പോൾ 1 by 2 ഇൻറ്റു 1 by 2 പൈ കോമൺ ഫാക്ടറാണ്. 1 by 2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി തീറ്റ എന്താണ്? തീറ്റ. ഏത് ലിമിറ്റ്സിലാണ്? മൈനസ് പൈ ടു പൈ പ്ലസ് ഇൻ്റഗ്രൽ കോസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ 2 ഒമേഗ 0 ടി പ്ലസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് മൈനസ് പൈ ടു പൈ. ഇപ്പോൾ 1 by 4 പൈ ഇൻറ്റു 2 പൈ പ്ലസ് 1 by 2 ഇൻറ്റു സൈൻ 2 omega 0 t plus 2 pi
മൈനസ് സൈൻ 2 ഒമേഗ 0t മൈനസ് 2π. ഇപ്പോൾ 1/4π ഇൻറ്റു 2π പ്ലസ് 1/2 ഇൻറ്റു സൈൻ 2π എന്ന് പറയുമ്പോൾ 360 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ 2 ഒമേഗ 0t. ഇവിടെ അതുപോലെ മൈനസ് അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പോൾ പ്ലസ് സൈൻ 2π മൈനസ് 2 ഒമേഗ 0t ആണ്. അത് സൈൻ 360 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് സൈൻ 2 ഒമേഗ 0t. അപ്പം ആ സൈൻ 2 ഒമേഗ 0tയും മൈനസ് സൈൻ 2 ഒമേഗ 0tയും കൂടെ ക്യാൻസൽ ആവും. അത് 0 വരും. അപ്പോൾ 1/4π ഇൻറ്റു 2π ആണ്. സീക്വൽ ടു 1/2 സീക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടിയും കോൺസ്റ്റൻ്റ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിന് എന്തോന്ന് പറയും? സ്റ്റേഷനറി പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോസസ് എക്സ് ഓഫ് ടി വെയർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ certain conditions is given by probability of x of t is equal to n is equal to at the whole raised to n minus 1 divided by 1 plus at the whole raised to n plus 1 n equal to 1 2 etc. is equal to at divided by 1 plus at n equal to 0. Show that it is not stationary. അപ്പോൾ n equal to 0 ആകുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 80/1 plus 80 ആണ്. n equal to 1 2ൽ ഏത് പ്രോബബിലിറ്റി കിട്ടുന്നു എന്ന് ഒരു ചെറിയ ടേബിളായിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. എക്സ് ഓഫ് ടി ഈക്വൽ ടു എൻ പി എൻ. ഇപ്പോൾ 0 വന്നാൽ 80/1 plus 80 ആണ്. 1 വന്നാൽ 1/1 plus 80 ദ ഹോൾ സ്ക്വയർ ആണ്. 2 ആണെങ്കിൽ 80/1 plus 80 ദ ഹോൾ ക്യൂബ് ആണ്. 3 ആണെങ്കിൽ 80 ദ ഹോൾ സ്ക്വയർ ബൈ 1 plus 80 ദ ഹോൾ റേസ്ഡ് 4 എക്സെട്ര. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഇത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പോൾ സിഗ്മ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി n ഇൻറ്റു പി എൻ. ഇപ്പോൾ 0 പ്ലസ് 1 ഇൻറ്റു 1/1 plus 80 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 80/1 plus 80 ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 80 ദ ഹോൾ സ്ക്വയർ ബൈ 1 plus 80 ദ ഹോൾ റേസ്ഡ് 4 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ 1/1 plus 80 ദ ഹോൾ സ്ക്വയർ കോമൺ ഫാക്ടറാണ്. അപ്പോൾ എന്ത് വരും? 1 plus 2 ഇൻറ്റു 80/1 plus 80 പ്ലസ് 3 ഇൻറ്റു 80/1 plus 80 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പം ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1 plus 2x പ്ലസ് 3x² പ്ലസ് എക്സെട്രയാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1 minus x ദ ഹോൾ റേസ് ടു -2 ആണ്. അപ്പോൾ എന്താ വരുന്നത്? 1/1 plus 80 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 minus 80/1 plus 80 ദ ഹോൾ റേസ് ടു -2. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 1/1 plus 80 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1/1 plus 80 ദ ഹോൾ റേസ് ടു -2. ആ 1/1 plus 80 ദ ഹോൾ റേസ് ടു -2 എന്ന് പറയുന്നതാണ് 1 plus 80 ദ ഹോൾ സ്ക്വയർ ആവും. അപ്പോൾ ഡിവൈഡഡ് ബൈ 1 plus 80 ദ ഹോൾ സ്ക്വയർ സീക്വൽ ടു 1 സീക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. ഇനി എക്സ്പെക്റ്റേഷൻ x സ്ക്വയർ ടി കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി n സ്ക്വയർ ഇൻറ്റു പി എൻ സ്ക്വയർ ആണ്. 0 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 1/1 plus 80 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 80/1 plus 80 ദ ഹോൾ ക്യൂബ് പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 80 ദ ഹോൾ സ്ക്വയർ ബൈ 1 plus 80 ദ ഹോൾ റേസ്ഡ് 4 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ഫാക്ടർ 1/1 plus 80 ദ ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു 1 plus 2 സ്ക്വയർ ഇൻറ്റു 80/1 plus 80 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 80/1 plus 80 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1/1 plus 80 ദ ഹോൾ സ്ക്വയർ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ്പ്രഷൻ നമ്മൾ ഒരു ടേമിൻ്റെ പുറത്തെടുത്തു. അപ്പോൾ അവിടെ സിഗ്മ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി അല്ല അടുത്ത് വരുന്നത്, സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഒരെണ്ണം കുറയുമല്ലോ. അപ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര അപ് ടു അതാണ് n സ്ക്വയർ. പിന്നെ 80 ദ ഹോൾ റേസ് ടു എന്ത് വരും? n-1. നമ്മൾ ഒരെണ്ണം പുറത്തെടുത്തു, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. 80 ദ ഹോൾ റേസ് ടു n-1 ഡിവൈഡഡ് ബൈ 1 plus 80 ദ ഹോൾ റേസ് ടു n-1. അപ്പോൾ എന്താണ്? 1/1 plus 80 ദ ഹോൾ സ്ക്വയർ സിഗ്മ n is equal to 1 to ഇൻഫിനിറ്റി. n സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n plus 1 മൈനസ് n. അങ്ങനെയാണ് n സ്ക്വയറിനെ എഴുതേണ്ടത്. അപ്പോൾ ഇനി 80 ദ ഹോൾ റേസ് ടു n-1 ഡിവൈഡഡ് ബൈ 1 plus 80 ദ ഹോൾ റേസ് ടു n-1. ഇനി 1/1 plus 80 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇനി ബ്രാക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്യുന്നതാണ്. ഒരു ടേമിനെ n ഇൻറ്റു n plus 1 എന്ന് വിചാരിക്കുക. ഇനി സെക്കൻഡ് ടേമിനെ n എന്നും. അപ്പോൾ സിഗ്മ n is equal to 1 to ഇൻഫിനിറ്റി n ഇൻറ്റു n plus 1 80 ദ ഹോൾ റേസ് ടു n-1 ഡിവൈഡഡ് ബൈ 1 plus 80 ദ ഹോൾ റേസ് ടു n-1 മൈനസ് സിഗ്മ n is equal to 1 to ഇൻഫിനിറ്റി n ഇൻറ്റു 80 ദ ഹോൾ റേസ് ടു n-1 ഡിവൈഡഡ് ബൈ 1 plus 80 ദ ഹോൾ റേസ് ടു n-1 is equal to 1/1 plus 80 the whole square
പിന്നെ ഇനി 1 മുതൽ 1 2 എക്സെട്ര അപ് ടു എടുക്കുന്നതാണ്. 1 × 2 പ്ലസ് 2 × 3 80/1 പ്ലസ് 80 പ്ലസ് 3 × 4 80/1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര മൈനസ് ഇവിടെ അതുപോലെ തന്നെയാണ് 1 പ്ലസ് 2 × 80/1 പ്ലസ് 80 പ്ലസ് 3 × 80/1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ അവിടെ നിന്ന് 1/1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ ഇൻ 2. അവിടെ നിന്നൊരു 2 പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് 3 × 80/1 പ്ലസ് 80 പ്ലസ് 3 × 2 × 80/1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 2 × 1 മൈനസ് 80/1 പ്ലസ് 80 ദ ഹോൾ റേസ് ടു -3 ആണ്. ഇനി മൈനസ് ഓഫ് അത് 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ എന്നല്ലേ, അത് 1 മൈനസ് 80/1 പ്ലസ് 80 ദ ഹോൾ റേസ് ടു -2 ആണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഫോർമുല ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1/1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ ഇൻ 2. ഇനി അത് ബ്രാക്കറ്റ് അങ്ങ് സിംപ്ലിഫൈ ചെയ്താണ്. 2 × 1/1 പ്ലസ് 80 ദ ഹോൾ റേസ് ടു -3 മൈനസ് 1/1 പ്ലസ് 80 ദ ഹോൾ റേസ് ടു -2. ഇനി 1/1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ 2 × 1 പ്ലസ് 80 ദ ഹോൾ ക്യൂബ് മൈനസ് 1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ. ഇനി അവിടെ നിന്നൊരു 1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ കോമൺ ഫാക്ടർ എടുക്കാം. അപ്പോൾ 1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ ഇൻ 2. അപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് വരും? 2 × 1 പ്ലസ് 80 -1. അപ്പോൾ 1 പ്ലസ് 80 ദ ഹോൾ സ്ക്വയർ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 2 പ്ലസ് 2 80 -1 എന്ന് വരും. ആ 2 - 1 1 ആണ്. അപ്പോൾ 1 പ്ലസ് 2 80 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റൻറ്റ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി. പക്ഷേ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ പ്രോസസ്സിനെ എന്തോന്ന് പറയും? ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേഷനറി പ്രോസസ്സാണ്.